നിങ്ങളൊരു 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്കോ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ ഒരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. എടാ +2 എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം കോളേജുകളായിട്ടുള്ള IIT, NIT, എയിംസ് ഈ കോളേജുകളിലൊക്കെ പഠിച്ച് ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സും ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയേഴ്സും ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2വിൻ്റെ കൂടെ നിങ്ങൾ എഴുതേണ്ട 2 എക്സാമാണ് നീറ്റ് എക്സാമും JEE എക്സാമും. ഈ നീറ്റ് എക്സാം നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിലുള്ള മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ടോപ്പ് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുക. JEE എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് വെച്ചിട്ട് ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഒരു സാധാരണ കുട്ടിക്ക് ഒരു സംശയം ഉണ്ടാവും, സർ നമ്മൾ +1 +2 നമ്മുടെ നാട്ടിലൊരു സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ആ ഒരു +1 +2 സ്റ്റേറ്റ് എക്സാമിന് നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് മാത്രം വെച്ചിട്ട് ഈ ഒരു നീറ്റും JEE നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്? പറ്റില്ല. ഏതുപോലെ നിങ്ങൾക്ക് പണ്ട് NMMS എക്സാം ഓർമ്മയുണ്ട്, 8ാം ക്ലാസ്സിൽ നമ്മൾ എഴുതിയ എക്സാം. ഈ NMMS എക്സാമിന് 8ാം ക്ലാസ് കേരള സർക്കാരിൻ്റെ സ്റ്റേറ്റ് സിലബസ് എക്സാമിന് വേണ്ട ആ കണ്ടന്റ് മാത്രം മതിയായിരുന്നോ? അല്ല, അതിനപ്പുറം ചില കണ്ടന്റുകളുണ്ട്, അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. അതുകൂടി പഠിച്ചാൽ മാത്രമായിരുന്നു നമുക്ക് NMMS ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെയാണ് നീറ്റും JEEയും. നിങ്ങൾ നോർമൽ ഒരു +1 +2 സാധാരണ സ്കൂളിൽ പഠിച്ച് നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സാമിന് വേണ്ടി ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് മാത്രം മതിയാവില്ല ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ. അതിനപ്പുറം ചില കാര്യങ്ങൾ കൂടി വേണം. രണ്ടാമത്തെ ഒരു കാര്യം, അതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, NMMS എക്സാം ഏറ്റവും ടോപ്പ് ഏറ്റവും കൂടുതൽ മാർക്കുള്ള 3000 സംതിങ് കുട്ടികൾക്ക് മാത്രമായിരുന്നു ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിരുന്നത്, കിട്ടിയിരുന്നത് ആ സ്കോളർഷിപ്പ്. അതുപോലെ തന്നെയാണ് നീറ്റും JEEയും. ഇതിനൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ് ഉണ്ട്. ആ ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കോമ്പീറ്റ്. നമുക്ക് നന്നായിട്ട് മത്സരിക്കണം. ആ ഏറ്റവും ടോപ്പ് കുട്ടികളിൽ നമ്മൾ എത്തിപ്പെടണം. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, സർ അതിനെന്താണ് ഒരു പരിഹാരം? എടാ, ഇക്കഴിഞ്ഞ റിസൾട്ടുകളൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തോ അതിൻ്റെ മുമ്പത്തെ കൊല്ലത്തെയും ടോപ്പ് റാങ്ക് കിട്ടിയ കുട്ടികളൊക്കെ നോക്കുമ്പം അതിൽ പകുതിയിലധികം കുട്ടികളും ഈ എക്സാം പാസ്സായത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ, സർ എന്താണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ? ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുണ്ട്. എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 +2 അവിടെ ഫുഡും അക്കോമഡേഷനും ഒക്കെ അവിടെ തന്നെ ആയിരിക്കും. അവിടെ നമ്മൾ നിന്ന് പഠിക്കുകയായിരിക്കും. ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾ +1 +2 പഠിക്കുമ്പോൾ +1ൻ്റെ കൂടെ നിങ്ങൾ ആ +1ൽ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ നീറ്റ് JEE പോർഷൻസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. +2 നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അങ്ങനെ നിങ്ങൾക്ക് ഈ +1 +2 2 വർഷം കൊണ്ട് തന്നെ മാക്സിമം അതിൻ്റെ എല്ലാ കണ്ടന്റുകളും അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതല്ലാത്തൊരു കുട്ടി എന്താ ചെയ്യുക? സാധാരണ ഏതെങ്കിലും ഒരു നോർമൽ സ്കൂളിലേക്ക് പോകുന്നു, ആ സ്കൂളിൽ +1 +2 പഠിക്കുന്നു, എന്നിട്ട് നേരെ പോയി എക്സാം എഴുതുന്നു. അപ്പോൾ ആ കുട്ടി തിരിച്ചറിയുന്നു ഇതിനപ്പുറം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം. എന്നിട്ട് അവൻ ഒരു കൊല്ലം വീണ്ടും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനാണ് റിപ്പീറ്റ് എന്ന് പറയുക. എന്നിട്ടും ചിലപ്പം കിട്ടില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്യും. ഈ 2 കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് ഒരു 2 വർഷം നിങ്ങൾ സാധാരണ പോലെ ഒരു +1 +2 ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്നത്. സോ എജുപോർട്ടിന് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളുണ്ട്. എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾക്ക് നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും ചിലവില്ലാണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാം ഉണ്ട്. നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട എക്സാമാണ് ESAT എക്സാം, എജുപോർട്ട് സ്കോളർഷിപ്പ് ആൻഡ് അഡ്മിഷൻ ടെസ്റ്റ്. ഇതിൻ്റെ ഏറ്റവും ഫൈനൽ വെർഷൻ അല്ലെങ്കിൽ 3.0. ഈ 3.0 ആണ് നമ്മൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എക്സാമിന് ഒരു രജിസ്ട്രേഷൻ ഫീസും ഇല്ല. നമ്മുടെ എക്സാം നടക്കുന്നത് ജനുവരി 4-നായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്കോ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. ഒരു പൈസ പോലും ഇതിന് ചിലവില്ല എന്ന് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ടോപ്പ് മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറേ ഇതിന് മുമ്പത്തെ റീലുകളൊക്കെ കണ്ടതാ, ആ ഒരു മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ തലവര മാറ്റാൻ നിങ്ങളായിരിക്കും ചിലപ്പം കാരണം. സോ ഗൈസ്, നമുക്ക് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് എജുപോർട്ടിൻ്റെ 3.0 ESAT 3.0ൻ്റെ സിലബസ്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം. ഞാൻ തൽക്കാലം ഇംഗ്ലീഷ് മീഡിയം വെച്ച് പറയാം. മലയാളം മീഡിയം തൊട്ട് അപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം വെച്ച് പറയാം. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് മെറ്റൽസ്. ഈ 1, 2, 3, 4 ഈ 4 ചാപ്റ്ററിനായിരിക്കും നിങ്ങൾക്ക് ESATൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്തത് ഫിസിക്സ്, ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം എന്നുള്ള ആ പാഠം. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്. ഈ ഒരു പാഠങ്ങളിൽ നിന്നായിരിക്കും ഫിസിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. എടാ, ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളാണ്. കാരണം എന്താ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന പാഠങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇത് ഭയങ്കര ബെനിഫിറ്റാണ്. നമുക്ക് വേണമെങ്കിൽ എന്തായിരുന്നു അതിന് മുമ്പുള്ള അപ്പുറത്തും 9ാം ക്ലാസ്സിലുള്ള ഇപ്പുറത്തും അപ്പുറത്തുള്ള കുറേ ഭാഗങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷെ മാക്സിമം ഞങ്ങൾക്ക് അറിയണം ഏത് കുട്ടിയാണ് അത്രക്കും നല്ല
ആക്റ്റീവ് ഉള്ളത്. അത്രക്കും കൂടുതൽ പഠിക്കാനുള്ള താല്പര്യമുള്ള ആ ഒരു പൊട്ടൻഷ്യലുള്ള കുട്ടിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിലബസ് ഇട്ടത്. സോ എന്തായാലും ഈ സൈഡ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുക. ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബയോളജി ആണെങ്കിൽ ബിഹൈൻഡ് സെൻസേഷൻ, കീമോ റിസപ്റ്റേഴ്സ് ഇൻ ഓർഗാനിസം, ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, ബയോളജി ആൻഡ് ടെക്നോളജി. സോ അതായിരിക്കും ഒന്ന്, ബയോളജി ആൻഡ് ടെക്നോളജി. ബയോളജി തന്നെയല്ലേ? ഓക്കെ. ഇനി അടുത്തെന്താ? മാത്സ്. മാത്സ് ആണെങ്കിൽ നിങ്ങളുടെ സിലബസ് ഏതാരോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, ട്രിഗണോമെട്രി, കോർഡിനേറ്റ്സ്, ടാൻജൻസ്, പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ, സർക്കിൾസ് ആൻഡ് ലൈൻസ്, ജിയോമെട്രി ആൻഡ് ആൾജബ്ര. ഇതാണ് നിങ്ങൾക്ക് മാത്സിൻ്റെ സിലബസ്. മലയാളം മീഡിയക്കാർക്ക് മൊത്തം ഉണ്ട്. ഒന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെ ഉണ്ടാവുക? ബേസിക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അരിത്തമെറ്റിക്, ആൾജബ്ര, ജിയോമെട്രി, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്, സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, പസിൽസ്, ഡയറക്ഷൻ, റിലേഷൻഷിപ്പ് തുടങ്ങിയ NMMS എക്സാമിന് നമ്മൾ എഴുതുന്ന ടൈപ്പ് അരിത്തമെറ്റിക് സ്ഥാനത്ത് വെച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളുണ്ടാവും. സാർ ഇതിനൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഇതിനൊക്കെ വേണ്ടിയുള്ള ലൈവ് എജുപോർട്ട് മുമ്പും കൊടുത്തിട്ടുണ്ട്, ഇനിയും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഈ ഒരു ഭാഗമായിരിക്കും പല ആൾക്കാർക്കും സംശയം ഉണ്ടാവുക. സാർ ഇത് PSC പോലെ NMMS എക്സാം പോലെ, ആഹാ രാജുവിൻ്റെ അച്ഛൻ ഇന്നയാൾ അല്ലെങ്കിൽ അമ്മ ഇന്നതാൾ, അപ്പോൾ ഇയാളും തമ്മിലുള്ള ബന്ധം എന്ത്? ആ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിനുള്ള ലൈവ് ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? സോ ഇതിൻ്റെ ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻസും ലൈവ് ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേടിയും പഠിക്കരുത്. സോ നിങ്ങൾ പഠിച്ചു തുടങ്ങുക, പൊളിച്ചടക്കി പഠിക്കുക, ഈ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ CBSE ആണെന്നുണ്ടെങ്കിൽ അവരുടെ സിലബസ് ഇങ്ങനെയാണ്. കെമിസ്ട്രി ആണെങ്കിൽ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. ഫിസിക്സ് ആണെങ്കിൽ ദ ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ബയോളജി ആണെങ്കിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്, ഹെറിഡിറ്റി. ആൻഡ് മാത്സ് ആണെന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്, ട്രയാങ്കിൾസ്, കോർഡിനേറ്റ് ജോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി, സം അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. നേരത്തെ പറഞ്ഞ പോലെ ആപ്റ്റിറ്റ്യൂഡിൽ നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ. ഇതാണ് നമ്മളെ ESATൻ്റെ സിലബസ്. സോ ഈ സിലബസ് മുന്നിൽ കണ്ടുവച്ചിട്ട് എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഇതിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് മാത്രം ഒന്ന് അഡീഷണലി പഠിച്ചാൽ മതി. മാത്രമല്ല ഈ ഒരു സമയത്ത് ഞങ്ങൾക്കറിയാം നിങ്ങൾ SLC മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സിലബസ് അതിനനുസരിച്ച് ഉണ്ടാക്കിയത്. നന്നായിട്ടൊന്ന് പഠിച്ചെഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിലേക്ക് കയറാനുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇവിടുന്നേ അങ്ങോട്ട് ക്ലിയർ ചെയ്യും. ഓക്കെ അല്ലേ? സോ ഗൈസ്, നമ്മുടെ എക്സാം ജനുവരി 4-നാണ്. കേരളത്തിൽ മൊത്തം 90-ലധികം സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ ESAT ഓൾറെഡി 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഇത് 3 ആണ്. ഇനി ആകെ 100 സീറ്റിൻ്റെ അടുത്ത് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഓൺലി ലിമിറ്റഡ് സീറ്റ്സ്. ഈ 100 സീറ്റിലേക്കുള്ള അഡ്മിഷനാണ് നമ്മൾ വേഗം എടുക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് എക്സാം എഴുതിയാൽ മാത്രമേ നമ്മളെ എജുപോർട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ അഡ്മിഷൻ കിട്ടുള്ളൂ. വേഗം നമ്മളെ കമൻറ്റ് ബോക്സിലുള്ള ആ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യണം? വേഗം രജിസ്റ്റർ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നത്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് NIT-കളിൽ പഠിച്ച, IIT-കളിൽ പഠിച്ച, അല്ലെങ്കിൽ 15-ലധികം വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആ ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരിക. മാത്രമല്ല ഏറ്റവും പൊളി ക്യാമ്പസ് ലൈഫ് നിങ്ങൾക്ക് തരും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടെക്നോളജിയുടെ ഒരു അസിസ്റ്റൻസ് കൂടി ഉണ്ടായിരിക്കും നിങ്ങളെ പഠനത്തിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, വെൽക്കം ടു എജുപോർട്ട്. എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ആ ലിങ്കിൽ, താഴെ കമൻറ്റ് ബോക്സിലുള്ള ഒന്നാമത്തെ കമൻറ്റ് ബോക്സിലുള്ള ആ ഒരു ലിങ്കിൽ കയറിയിട്ട് വേഗം നമ്മൾ ESATന് രജിസ്റ്റർ ചെയ്യുക. See you in the exam hall. Bye.